الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سلام الله عليكم وبركاته وجنته ومغفرته. سنتحدث في هذا الدرس إن شاء الله من آية 20 بعد 100 إلى 26 بعد 100 من سورة البقرة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നിങ്ങളെല്ലാം ഈ ആയത്തുകളെല്ലാം പഠിച്ച് വാക്കർത്ഥങ്ങളൊക്കെ പഠിച്ചു. അതിൽ മുനാഖശയൊക്കെ നടത്തി ചർച്ചയൊക്കെ നടത്തി എന്ത് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ഉത്തരമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉത്തരം കുറെ പേരുള്ളത് ഞാൻ നോക്കി. അപ്പോ ഈ പാരായണം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഇതാണ് നോക്കേണ്ടത്. ഇതിന്റെ ആശയം മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. എപ്പോഴും കേട്ടാലും ഖുർആൻ കേട്ടാൽ നമുക്ക് ആശയം വരുന്നുണ്ടോ, മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. എല്ലാ വാക്കർത്ഥങ്ങളും അറിയാമല്ലോ അല്ലേ? മില്ലത്ത് എന്താണ്? മില്ലത്ത് ഹത്താ തത്തബിഅ മില്ലതഹും, മാർഗം. മാർഗം. അതിന്റെ അർത്ഥമൊക്കെ തന്നിട്ടുണ്ടോ നോക്കട്ടെ. അപ്പൊ മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായം എന്തൊക്കെയാണ്? ശരീഅത്ത്, ദീന്, അതൊക്കെ അതിന്റെ പര്യായ പദങ്ങളാണ്, അർത്ഥത്തിലാണ് മില്ലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഹത്താക്കിക്ക് എന്താണ്? ക്രിയയാണ്. അപ്പൊ അത് കസ വരുത്തില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, നീ പിൻപറ്റുന്നത് വരെ, മില്ലത്തഹും അവരുടെ നടപടിക്രമം, അവരുടെ ദീൻ, അവരുടെ വഴി പിൻപറ്റുന്നത് വരെ ലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ, നിങ്ങൾ
കോണ്ടംപററി ന്യൂസൊക്കെ നോക്കിയാൽ ആനുകാലികമായ സംഭവ വികാസങ്ങളൊക്കെ നോക്കിയാൽ ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ താങ്കളെ സംബന്ധിച്ച് അവർക്ക് തൃപ്തി വരില്ല. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് തൃപ്തി വരില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് തോന്നും. പക്ഷെ അവർക്ക് തൃപ്തി വരണമെങ്കിൽ തത്തമില്ലത്തും നമ്മൾ അവരെ പോലെ ആകണം എല്ലാ കാര്യത്തിലും. അത് വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മളെ എന്താ പറയാ അവരുടെ അഴിഞ്ഞാട്ടത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ ധാർമ്മിക അധപ്പതനത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ എല്ലാ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കും കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്നത് വരെ അവര് തൃപ്തിപ്പെടില്ല. ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ പറഞ്ഞു കൊടുക്കുക. ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാന്റെ ഹുദയാണ്, അത് തന്നെയാണ് എന്ത് ശരിയായ മാർഗദർശനം. ശരിയായ എന്ന് പറയാൻ വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? ഇന്ന ഹുദല്ലാഹി പറഞ്ഞു കൊടുക്കുക. ഹുദല്ലാഹി അള്ളാന്റെ ഹുദ, അള്ളാന്റെ മാർഗദർശനം. ഹുവ അത് തന്നെയാണ് അൽ ഹുദ. അപ്പാൽ ചെയ്തെന്ന് പറഞ്ഞ എന്താണ്? യുണീക്ക്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ല. ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ് യുണീക്ക്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ സൂചിപ്പിക്കാനുള്ളതാണ് അൽ ഹുദ. ഇവിടെ അൽ കൊടുത്തിരിക്കുന്നു. അപ്പോ അശംസ് വൽ ഖമർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ശംസ് ഉണ്ടായിട്ട് അത് ചേർത്തിട്ട് ഒരു പ്രത്യേക ശംസിനെ എടുത്ത് പറയാൻ വേണ്ടിയല്ല, അത് ഒന്നായ ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെയാണ് ഹുവ അൽ ഹുദ, ഹുവ അൽ ഹുദ. അതാണ് യഥാർത്ഥ സന്മാർഗം. അള്ളാന്റെ മാർഗം ഏതാണോ അതാണ് യഥാർത്ഥ സന്മാർഗം. നമുക്ക് സംശയം തോന്നും, അവരൊക്കെ ഒരുപാട് ടെക്നോളജി സാങ്കേതിക വിദ്യയിലൊക്കെ മികച്ചു നിൽക്കുന്നല്ലോ, അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തല്ലോ എന്നൊക്കെ വിചാരിക്കും, ലഭിച്ചെന്നല്ലോ ഒക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ എന്താണ്? അതൊക്കെ പരീക്ഷണമാണ്. സുഹൃത്ത് മായത പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, അല്ല മായതയിൽ പറഞ്ഞല്ലോ എന്തിനാണ് അവർക്ക് അത് എത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അവരുടെ മാർഗം പിൻപറ്റിയാൽ നമ്മൾ എന്താവും? ഏറ്റവും അധപ്പതനത്തിലേക്ക് പോകും. നമ്മളോട് അവർക്ക് എന്താണ്? അസൂയയാണ് യഥാർത്ഥത്തിൽ. അവർക്ക് എന്താ ഉള്ളത്? അസൂയയാണുള്ളത്. കാരണം നമ്മളടുക്കലാണ് ഫിലോസഫിക്കലായിട്ടുള്ള സക്സസിന് വേണ്ടിയുള്ള, വിജയത്തിന് വേണ്ടിയുള്ള തത്വശാസ്ത്രവും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫും പൂർണ്ണമായ ഒരു സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയും ഒരു എന്താ പറയാ മനുഷ്യന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വിശാലമാക്കി പറയാം. അത് മൊത്തമുള്ളത് എവിടെയാണ്? നമ്മുടെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്കുള്ള അസൂയ. അതുകൊണ്ട് അവരുടെ നടപടിക്രമത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്നവരെ അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്? അഹ്വ എന്താണ്? ഹവായാണ് ദേഹേച്ഛ. ഹവാ ദേഹേച്ഛ. അവിടെ തന്നിട്ടുണ്ടല്ലോ, ഹവായുടെ ബഹുവചനമാണ് അഹ്വ. അഹ്വ ദേഹേച്ഛ, ഇച്ഛ അല്ലെങ്കിൽ ദേഹേച്ഛ. അവരുടെ ദേഹേച്ഛകളെ അപ്പം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയും? സ്വാർത്ഥ താല്പര്യങ്ങൾ. സ്വാർത്ഥ താല്പര്യങ്ങൾ. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ നീ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാനും എന്നർത്ഥം. അഹ്വാഅഹം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ പിൻപറ്റി പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ അൽ ഇൽമ് വന്നു കിട്ടിയതിന് ശേഷം, ഒറിജിനൽ നോളജ്. കുഴപ്പമില്ലല്ലോ, ചൂടെടുക്കണ്ടാവും. കുഴപ്പമുണ്ട്. മനസ്സിലായില്ലേ കുഴപ്പം? അൽ ഇൽമ് നിന്റെ അടുക്കൽ വന്നു കിട്ടിയതിന് ശേഷം, നേരത്തെ പറഞ്ഞ ദ അൾട്ടിമേറ്റ് നോളജ്, ദ ഒറിജിനൽ നോളജ്, ശരിയായ വിജ്ഞാനം നിനക്ക് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ
പിൻപറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ അള്ളാഹ് ഖുർആനിലൂടെ തന്നിരിക്കുന്ന ഇൽമ് ഹുദ എന്ന് പറയുന്നത് എന്താണ്? അതാണ് അൽ ഹുദ, അതാണ് അൽ ഇൽമ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൽമ അല്ല അൽ ഇൽമ്. ശരിയായ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ അടുക്കലുള്ളതാണ്. നമ്മളെ അടുക്കലുള്ള നോളജാണ് ശരിയായ നോളജ്. നമ്മളെ അടുക്കലുള്ള ഹുദയാണ് അൽ ഹുദ. അങ്ങനെ എങ്ങാനും അവരുടെ ഇത്രയും നോളജ് കിട്ടിയതിന് ശേഷം, ഇത്രയും വിവരങ്ങൾ ലഭിച്ചതിന് ശേഷവും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ പിൻപറ്റി പോയിട്ടുണ്ടെങ്കിൽ മാലക്കമിൻ അള്ളാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹ് സഹായിക്കില്ല, അള്ളാഹ് രക്ഷനേരിയേറ്റും വരില്ല. മാലക്കമിൻ അള്ളാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അത് ഒരാളും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, സഹായിയായിട്ട് വരില്ല. അള്ളാഹുരുടെ നില മാലക്ക മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നും നിനക്കുണ്ടാവുകയില്ല. മിൻ വലിയ്യിൻ, ഒരു രക്ഷാധികാരിയും ഉണ്ടാവില്ല. വലാ നസീർ, സഹായം മുഖേന ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അത് മുഖേന മിനല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാവും. ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു വലിയ ഉണ്ടാവില്ല, ഒരു രക്ഷാധികാരി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ആത്മമിത്രവും ഉണ്ടാവില്ല. വലാ നസീർ, ഒരൊറ്റ സഹായി ഉണ്ടാവില്ല. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളയാണ് സഹായിക്കുന്നവൻ, അള്ളയാണ് വലിയ, അള്ളയാണ് വലിയ, അള്ളയാണ് സഹായിക്കുന്നത്. അത് വിട്ടിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ ഒറ്റ ഒരുത്തനും സഹായിക്കാൻ ഉണ്ടാവില്ല. അവർക്ക് എന്ത് ചെയ്യാണ്, അവർ തങ്ങളുടെ സംഗതികളൊക്കെ എന്താണ് സേഫ് ഗാർഡ് ചെയ്യുകയാണ്. അതൊക്കെ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അവരുടെ കാര്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ്. അവരുടെ ബിസിനസ്സും അവരുടെ ഇടപാടുകളും അവരുടെ യാത്രാ സംവിധാനങ്ങളും അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണോ ആ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അവർ ഈ ജാടകളൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മളെ കറിവേപ്പില പോലെ എടുത്തു കളയും. അല്ലതിന് ആത്തേനാഹുൽ കിതാബ്, അൽ കിതാബ് ലഭിച്ചവർ, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള കിതാബ് ലഭിച്ചവർ. യത്ലൂനഹു, അതിനെ എന്ത് ചെയ്യുന്നു, എന്താ അർത്ഥം പറഞ്ഞത്? തന്നില്ലേ? അശ്ശംസി വളുഹാഹ. പിന്നെ അടുത്തെന്താ? പാരായണം ചെയ്യാം, പാരായണം ചെയ്യുക. അശ്ശംസി വളുഹാഹയുടെ അർത്ഥം പറഞ്ഞു. അയ്യോ അതല്ല, പ്രഭാതത്തെ കൊണ്ട് സത്യം, പൂർവാന്നത്തെ കൊണ്ടും സത്യം, പിന്നെ അല്ലെങ്കിൽ അതിന്റെ പ്രകാശത്തെ കൊണ്ടും സത്യം, പിന്നെ എന്താ അർത്ഥം? അത് പിന്തുടർന്ന് വരുന്നവയെ കൊണ്ട്, അതിനെ പിന്തുടരുമ്പോൾ. അതുകൊണ്ടാണ് തഫ്സീർ ഞാൻ ഈ എഴുതി കൊടുക്കുന്ന അറബിയൊന്നും ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നില്ല. ഒന്നുകിൽ ഡിക്ഷണറി പറഞ്ഞിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അറബി തഫ്സീറിൽ അവർ കൊടുത്തിരിക്കുന്ന അർത്ഥമാണ്. യത്ലൂനഹു ഹത്ത തിലാവത്തിഹി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഖാല യത്ബഊനഹു, അതിനെ തബിഅ യത്ബഉ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യത്ബഊനഹു, ആ കിതാബിനെ പിന്തുടരുന്നു. ഹക്കത്തിബാഇഹി, പിന്തുടരേണ്ട മുറപ്രകാരം. എന്നിട്ട് പറഞ്ഞു അമാ സമയത്ത് ഖൗലുല്ലാഹി അസ്സ വജൽ, ഖൗലുല്ലാഹി അസ്സ വജൽ, പിന്നെ ഖൗലുല്ലാഹി, അള്ളാഹിന്റെ മഹാനായ അള്ളാഹിന്റെ വാക്ക് നീ കേട്ടില്ലേ? അമാ സമയത്ത് ഖൗലുല്ലാഹി അസ്സ വജൽ വൽ ഖമരി ഇദാ തലാഹ, വൽ ഖമരി ഇദാ തലാഹ എന്ന് പറയുന്നത് കേട്ടില്ലേ? ഖാല ഇദാ തബിഅഹ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഖാല, അദ്ദേഹം പറഞ്ഞു, ആരെ? മുഫസ്സിർ പറയുകയാണ്, ഇദാ തബിഅഹ, അത് അതിനെ പിന്തുടർന്നാൽ. ആര് പറഞ്ഞതാ? തഫ്സീർ തബരിയിലുണ്ട്, തഫ്സീർ അത്തബരിയിലുണ്ട്. അതാണ് നമ്മൾ ഇത് വായിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ആയാത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ അതിനകത്ത് തഫ്സീറിൽ തബരി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ആയത്തോടെ കൃത്യമായിട്ട് നോക്കുക തബരി എന്ത് പറഞ്ഞിരിക്കുന്നു.
വായിച്ചാൽ ഇപ്പം മനസ്സിലായില്ലെങ്കിൽ അടുത്ത വേറെ 1-2 ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. നമ്മൾ വിചാരിക്കും തഫ്സീർ തബരി നമുക്ക് മനസ്സിലാവില്ല. അതിനാണ് അള്ളാഹ് പറഞ്ഞു അലിഫ് ലാം മീം ഹാമീം വൽ കിതാബിൽ മുബീൻ കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇതൊക്കെ അലിഫ് ബായും കാഫും ബായും ഇതൊക്കെ ഉള്ള അക്ഷരങ്ങളുള്ള അറബി തന്നെയാണെന്ന് ഖുർആൻ വായിച്ചപ്പോൾ പറഞ്ഞു. അതേ അറബി തന്നെയാണ് തഫ്സീറിന് എഴുതിയിരിക്കുന്നത്. പുതിയ അറബി വല്ലതും ഉണ്ടോ? നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച അറബിയല്ലേ? പുതിയ അറബി വല്ലതും ഉണ്ടോ? ഇല്ല. അതേ അറബി തന്നെയാണ്. തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഖുർആന്റെ അത്രയും കട്ടി ഉണ്ടാവില്ല തഫ്സീറിന്. കാരണം ഖുർആന്റെ വിശദീകരിക്കുന്നല്ലേ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള അറബിയായി. മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മൾ തബരി കൊടുത്തതെന്ന് ചോദിച്ചാല്, തബരി നമ്മളെ പോലെ ഒരു അനറബിയാണ്. ഇമാം തബരി നമ്മളെ പോലെ ഒരു അനറബിയാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അറിവ് പഠിച്ചു. നമ്മൾ മദ്രസയിൽ അറിവ് പഠിക്കുന്ന പോലെ അദ്ദേഹം ചെറുപ്പത്തിൽ അറിവ് പഠിച്ചു. വലുതായപ്പോഴത്തേക്ക് അദ്ദേഹം ഹാഫിളായി. അതേപോലെ ഖുർആന്റെ വ്യാഖ്യാനം എഴുതുന്ന ആളായി. നമ്മൾ രാവിലെ അല്ല എന്താ പറയാ കുഞ്ഞുനാളിലെ അറിവ് പഠിച്ചിട്ട് നമ്മൾ എവിടെ എത്തിയില്ല. എന്നാൽ അവരുടെ അറിവ് ഇടണം, നമ്മളെ അറിവ് ഇടണം. അപ്പൊ എന്ത് ചെയ്യണം? തഫ്സീർ ഇൻസ്റ്റാൾ ചെയ്യുക, അത് വായിച്ചു നോക്കുക. ഈ ഇപ്പൊ ഇത്ര എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു എത്തുബാഴുന തബിയ എത്തുബാഴ് നമ്മൾ പഠിച്ചല്ലോ. ഹഖ്ക ഇത്തിബാഴിഹി, ഹഖ്ക ന്യായപ്രകാരം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ, ഇത്തിബാഴിഹി അതിന് പറ്റേണ്ടതായ. എന്നിട്ട് അമാ സമയത്ത് നീ കേട്ടില്ലയോ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ ഖൗല് വാക്ക്, വൽ ഖമരി ഖമറിനെ തന്നെയാണ് സത്യം, ഇദാ തലാഹ അത് അതിനെ പിന്തുടരുമ്പോൾ, ഇദാ തബിഅഹ അവിടെ എന്താണ് തലാഹ എന്ന് പറഞ്ഞാൽ അത് അതിനെ പിന്തുടരുമ്പോൾ എന്നാണ് അർത്ഥം. ഇതുപോലെ വായിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി മലയാളത്തിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അയാൾ ഏത് സംഘടനക്കാരനാണെന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് തിലാവത്ത് എന്ന് പറഞ്ഞാൽ. വെറും പാരായണമല്ല. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാരായണം ചെയ്യുന്ന ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള പാരായണത്തിനാണ് തിലാവത്ത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പുണ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് കണക്കാക്കുക. അല്ല, നമ്മൾ ഒരുപാട് ഇപ്പൊ വാട്സപ്പ് കോളേജ് യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് എല്ലാവരും വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠനം തുടങ്ങി. അപ്പൊ എന്താ, മുൾക്ക് ഓതിയാൽ അത് കിട്ടും, വേറെ എന്തോ ആയത്ത് ഓതിയാൽ അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയും. നമ്മൾ അത് കിട്ടാൻ വേണ്ടിയാണ് വായിക്കുന്നത്. ഖുർആൻ എന്താ? ഖുർആൻ ഹുദയാണ്, ഗൈഡ് ലൈൻസ് ആണ്. അപ്പൊ ഗൈഡ് ലൈൻസ് കിട്ടാൻ വായിച്ചാൽ ഗൈഡ് ലൈൻസ് കിട്ടും. അത് കിട്ടാൻ വേണ്ടി വായിച്ചാൽ അത് കിട്ടും കേട്ടോ. ഓക്കെ. യത്ലൂനഹു അപ്പോ പാരായണം ചെയ്യുന്നു എന്ന് അർത്ഥം പറഞ്ഞാലും എന്താ ചെയ്യേണ്ടത്? പാരായണം ചെയ്യുന്നത് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്, പിന്തുടരാൻ വേണ്ടിയുള്ള വായന. അതുകൊണ്ടാണ് ഹക്ക തിലാവത്ത് ചെയ്യുന്നത്. എന്തൊക്കെ ഹക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്, അത് നമ്മളെ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, ഇതിന് തരാം. എന്ത് ഒരു ബഹസ്, ഒരു റിസർച്ച് തരാം, ഗവേഷണം. ഹക്ക് ആരെങ്കിലും ഇവിടെ ഓർമ്മയുണ്ടോ? ഹക്ക് പറഞ്ഞിട്ടുള്ള എവിടേക്കാണ്? ഹക്ക് ഹക്ക തുഖാത്തിഹി, അള്ളാഹെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. അപ്പോ അതേപോലെ ജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി, ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. എന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞതാണ് യത്ലുനഹു ഹക്ക തിലാവത്തിഹി. അപ്പൊ പിന്നെ വായിക്കേണ്ട മുറ എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കേണ്ട മുറപ്രകാരം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വായിക്കുക, മനസ്സിലായിക്കൊണ്ട് വായിക്കുക. കാരണം ഫോളോ ചെയ്യുക എന്ന അർത്ഥമുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോളോ ചെയ്യാൻ വേണ്ടി വായിക്കുക, പിന്തുടരാൻ വേണ്ടി, അത് പിന്തുടരാൻ വേണ്ടി വായിക്കുക. ഉലൈക യുഅ്മിനൂന ബിഹി, അവരെന്ത് ചെയ്യുന്നു? അതിൽ വിശ്വസിക്കുന്നു. ഹക്ക തിലാവത്തി, അത് അതിന്റെ ശരിയായ രീതിയിൽ പിന്തുടർന്നുകൊണ്ട് വായിക്കുന്നു, പിന്തുടരാൻ വേണ്ടി വായിക്കുന്നു, അവരതിൽ വിശ്വസിക്കുന്നു. ഒമൻ യക്ഫുർ ബിഹി, അതിലാരെങ്കിലും
അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് നഷ്ടം. നമുക്കൊരു നഷ്ടം വരാൻ പോകില്ല. ആര് അതിനോട് നിഷേധ നിലപാട് സ്വീകരിച്ചോ അല്ലെങ്കിൽ അതിനെ മറച്ചു വെച്ചോ അല്ലെങ്കിൽ അതിൽ അവിശ്വസിച്ചോ അവനാണ് നഷ്ടം. ഉലൈക ഖാസിറൂൻ, അവരാണ് നഷ്ടപ്പെടുന്നത്. ബനീ ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ, സന്തതികളെ, ഉദ്കുറു നിഅമതി, നിഅമതിയ എന്ന് പറഞ്ഞത് അപ്പുറത്ത് അല്ലത്തി ഉള്ളതുകൊണ്ട് യാക്ക് പത്തകെട്ടിട്ട് ചേർത്ത് പറഞ്ഞതാണ്. ഉദ്കുറു നിഅമതി അവിടെ നിർത്തിയാൽ ഉദ്കുറു നിഅമതി എന്നാ പറയാ, എന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ അനുഗ്രഹം ചെയ്തു തന്നതായ നിങ്ങൾക്ക്. അല്ലാഹ് ബനീ ഇസ്രായേൽക്കാർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഹക്ക തിലാവത്ത് നോക്കിയിട്ട് എവിടേക്കാണ് ഹക്ക്, തിലാവത്തല്ല ഹക്ക് ഉപയോഗിച്ചിട്ടുള്ള എവിടേക്കാണ്, അതായത് ഹക്കായി ചെയ്യേണ്ടത്. ഇവിടെ ഹക്ക തിലാവത്തി പറഞ്ഞു, അതേപോലെ ഹക്ക തുക്കാത്തിഹി പറഞ്ഞു, ഹക്ക ജിഹാദിഹി പറഞ്ഞു. അതേപോലെ വേറെ എവിടെയെങ്കിലും ഹക്കുണ്ടോ? അതുപോലത്തെ ഹക്ക്, അല്ലാതെ എല്ലാ ഹക്കും അല്ല. ആ ഹക്കല്ല. ഇതെന്താണ്? ശരിയായ രീതിയിൽ എന്ന അർത്ഥത്തിലുള്ള ഹക്ക് വരുന്നത്. ഹക്ക തുക്കാത്തിഹി പോലെ, ഹക്ക ജിഹാദിഹി പോലെ വേറെ എവിടെയെങ്കിലും അതിലുണ്ടെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? ഉലൈക ഖാസിറൂൻ യാ ബനീ ഇസ്രായേൽ ഉദ്കുറു നിഅമതി, അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന. അന്നി ഫദ്ദൽതുക്കും, ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഫദ്ദല ശ്രേഷ്ഠത നൽകി. അലൽ ആലമീൻ, ലോകരേക്കാൾ, മറ്റ് ലോകരേക്കാൾ ശ്രേഷ്ഠത നൽകി. അപ്പൊ അവരാണോ ശ്രേഷ്ഠര്? മുസ്ലിങ്ങളാണോ ശ്രേഷ്ഠര്? ഇപ്പോൾ മുസ്ലിമാണ്. അപ്പൊ ഫദ്ദൽതു എന്ന് പറഞ്ഞാൽ അലൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഉദ്കുറു നിഅമതി എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ അന്ന് എന്ത് ചെയ്തു? പ്രിഫറൻസ് നൽകി, മുൻഗണന നൽകി, നിങ്ങൾ എന്തായി? ഉന്നത സ്ഥാനീയരാക്കി മാറ്റി. നിങ്ങളായിരുന്നു ലോകത്തെ ഏറ്റവും മികച്ചവർ, പദവിയുള്ളവർ, ശ്രേഷ്ഠ പദവിയുള്ളവർ ആയിരുന്നു നിങ്ങൾ. ഫദ്ദൽതുക്കും അലൽ ആലമീൻ. ഇപ്പഴെന്താണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു. അപ്പൊ മുസ്ലിങ്ങളാണ് ഖൈറ ഉമ്മത്ത്. ഖൈറ ഉമ്മത്ത്, സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമമായ. വത്തഖു യൗമൻ, അതുകൊണ്ട് എന്ത് ചെയ്യണം? വത്തഖു യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ചോളുക. ലാ തജ്സി, ജസാ ജിസി എന്താ? കൂലി കൊടുത്തു. ജസാ ജിസി പ്രതിഫലം നൽകി, ഉപകരിച്ചു. ലാ തജ്സി നഫ്സുൻ, നഫ്സുൻ ഒരാള് ഉപകാരം ചെയ്യുകയില്ല. ലാ തജ്സി നഫ്സുൻ, ഒരാളും ഉപകാരം ചെയ്യില്ല. അൻ നഫ്സിൻ, വേറൊരാൾക്ക് വേണ്ടി. ഒരാളും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം. എത്ര ഉപകാരം ചെയ്യൂല? അറബികൾ എന്ത് ചെയ്യും? ശിവൈ ശിവൈ എന്ന് പറയും. ശിവൈ എന്ന് പറഞ്ഞാൽ അല്പം. ശിവൈ ശിവൈ അതേപോലെ തന്നെ ശിവൈ ശിവ എന്നത് ശിവൈ എന്നാണ്. അപ്പൊ ഒട്ടും അല്പം പോലും പ്രയോജനം ചെയ്യുകയില്ല. അപ്പൊ അവിടെ ജഡ്ജ്മെന്റ് ദിവസം വന്നിട്ട് കുറെ ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് കുറെ ആൾക്കാരെയൊക്കെ എന്താ പറയാ, അവർക്ക് മഹത്വം നൽകി അവര് നമ്മൾ എന്തോ ചെയ്യും എന്ന രീതിയിൽ പരിഗണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നിഷേധിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് ആ ഭാഗം നോക്കാൻ പറഞ്ഞത്. ഖുർആൻ എന്ത് ചെയ്യാണ്? ആ ഷഫാഅത്ത് എന്ന് പറയുന്ന സംഭവം തന്നെ നിഷേധിക്കുക. നോ റെക്കമെൻഡേഷൻ. ഈ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഇല്ലാമൻ അദിന ലഹുർ റഹ്മാൻ. ആദ്യമേ ചെന്ന് ചോദിക്കണം, ശാല റെക്കമെൻഡ്, ഞാനൊരു ഒരാൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് വക്കാല സവാബ,
സത്യം പറയണം. വേറെ 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 റെക്കമെൻഡേഷൻ ഒന്നുമില്ല. അപ്പൊ അത് വേറൊരു ഘടകമായി ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഒരു റെക്കമെൻഡേഷനും കിട്ടൂല എന്ന് തീർത്ത് പറഞ്ഞു. റെക്കമെൻഡേഷൻ കിട്ടേണ്ട അവസ്ഥയൊക്കെ ഹദീസിൽ വിശദീകരിക്കും. اتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل. അതിലെന്താ? പ്രായശ്ചിത്തം, നീതി, പ്രായശ്ചിത്തം. നീതി പ്രായശ്ചിത്തം എങ്ങനെയാണ് വരുന്നത്? അതിന് തുല്യമായത്, ഒന്നിന് തുല്യമായ ഒന്നെന്ന് പറയുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുക. അങ്ങനെയാണ് പ്രായശ്ചിത്തം എന്നാണ് അർത്ഥം വരുന്നത്. വലാ യഖ്ബലു മിൻഹാ അദിലുൻ, അതിന് തുല്യമായി വേറെ ഒന്നും സ്വീകരിക്കില്ല, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കില്ല. വലാ തൻഫഉഹാ, ആ നഫ്സിന്, തൻഫഉഹാ, ആ നഫ്സിന് ഉപയോഗിക്കും. ഹാ എന്ന് പറഞ്ഞാൽ നഫ്സ് എന്നത് സ്ത്രീലിംഗമായിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഭാഷയിൽ ഉപയോഗിച്ചത് നഫ്സ്. അപ്പൊ അത് ലാ തൻഫഉഹാ, അതിന് ഉപകാരം ചെയ്യാൻ, നഫ്സിന് ഉപകാരം ചെയ്യുകയില്ല. തൻഫഉ എന്ന് താ ഉപയോഗിക്കാൻ കാരണം ഷഫാഅത്താണ് പ്രയോജനം ചെയ്യുന്നത്. ഷഫാഅത്ത് സേവനമായിട്ടുണ്ടാണ് തൻഫഉ എന്ന സേവനം ഉപയോഗിച്ചത്. ലാ തൻഫഉ ഹാ, ഹാ എന്ന് പറഞ്ഞത് നഫ്സിന്, ആ നഫ്സിന് പ്രയോജനം ചെയ്യുകയില്ല. നഫഅ യൻഫഉ, പിന്നെ ഷഫാഅത്ത് ശുപാർശ, ഒരു ശുപാർശയും പ്രയോജനം ചെയ്യുകയില്ല. വലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നു. ലഹും യുൻസറൂൻ. അപ്പൊ കർമ്മണി പ്രയോഗമാണ്, ശ്രദ്ധിച്ചു വെച്ചോളണം. കർമ്മണി പ്രയോഗങ്ങളൊക്കെ നമ്മൾ പരീക്ഷിച്ച് ചോദിക്കാൻ സാധ്യത. കാരണം നമ്മൾ അന്ന് കർമ്മണി പ്രയോഗം പഠിക്കുന്ന സമയത്ത് വല്ലാതെ ചോദിച്ചിട്ടില്ല. അത് നമ്മൾ ഒരു പ്രത്യേക 2-3 ക്രിയകൾ നമ്മൾ അവിടെ പഠിപ്പിച്ചിട്ട് അത് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ലാഹും യുൻസറു, യൻസുറു, ഈ ക്രിയ തന്നെ നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുണ്ട്. യൻസുറുവിന്റെ ആണ് എന്ത് ചെയ്ത് നമ്മൾ കർമ്മണി പ്രയോഗം പഠിച്ചത്. യൻസുറു സഹായിക്കുന്നു, യുൻസറു സഹായിക്കപ്പെടുന്നു. അപ്പോ യുൻസറൂൻ, യുൻസറു അവൻ സഹായിക്കപ്പെടുന്നു, യുൻസറൂന് അവർ സഹായിക്കപ്പെടുന്നു. സഹായിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായം ലഭിക്കുന്നു. ലാഹും യുൻസറൂൻ, അവർക്ക് സഹായം ലഭിക്കുകയില്ല. ഇത് ബിത്തല ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച ബിത്തല എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു. ആര് പരീക്ഷിച്ചു? റബ്ബുഹു, അവന്റെ റബ്ബ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു വെക്കണം. ഇബ്തല എന്ന് പറഞ്ഞ ക്രിയയുടെ കർത്താവ് ആരാണ്? റബ്ബാണ്. അവിടെയാണ് ലമ്മെന്നുള്ളത്. അപ്പോ റബ്ബാണ് പരീക്ഷിക്കുന്നത്. ആരെ പരീക്ഷിക്കുന്നു? ഇബ്രാഹിം. അവിടെ എന്തുണ്ട്? ഫത്ഹത്തുണ്ട്, കർമ്മമാണത്. സാധാരണഗതിയിൽ കർത്താവാണ് ആദ്യം വരേണ്ടത്. ആര് എഴുത്? ഇതിബിത്തല ഇബ്രാഹിമു റബ്ബഹു എന്ന് വായിച്ചത് നമ്മൾ ഹിഫ്ളാക്കുമ്പോ. അപ്പോ ആദ്യം കർത്താവാണ് വരുന്നത്, പിന്നെ കർമ്മമാണ് വരുന്നത്. അപ്പൊ കർത്താവിനുള്ള അമ്മ, കർമ്മത്തിന് ഫത്ഹെന്നൊക്കെ വിചാരിച്ചിട്ട് പോയി കളയും. ബിത്തല ഇബ്രാഹിമ റബ്ബുഹു, ഇബ്രാഹിമിനെ പരീക്ഷിച്ച സന്ദർഭം റബ്ബുഹു, അവന്റെ റബ്ബ്, അദ്ദേഹത്തിന്റെ റബ്ബ്. അപ്പൊ ഇവിടെ അള്ളാഹ് എന്ന് പറയുന്നതിന് പകരം റബ്ബ് പരീക്ഷിച്ചു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രക്ഷിതാവ് പരീക്ഷിച്ചു എന്നാണ്. ആ രക്ഷിതാവ് പരീക്ഷിച്ചു ബി കലിമാത്തിൻ, ചില വചനങ്ങൾ കൊണ്ട്, അള്ളാന്റെ വചനങ്ങൾ കൊണ്ട്, കൽപ്പനകൾ കൊണ്ട്. കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? അമ്ര, കൽപ്പന. ആ, വചനം എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ് ഇവിടെ അർത്ഥം. ചില കൽപ്പനകൾ കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് പറഞ്ഞു. അങ്ങനെയുള്ള പരീക്ഷണം നടത്തിയ സന്ദർഭം. ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്തു? അതമ്മഹുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? അത് കംപ്ലീറ്റ് ചെയ്തു. ആ എക്സാം ഒക്കെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എക്സ്പീരിമെന്റ്സ് അല്ലെങ്കിൽ എക്സാമിനേഷൻസ്, പരീക്ഷണങ്ങൾ എല്ലാം എന്ത് ചെയ്തു? ആ ട്രയലുകൾ എല്ലാം എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അത് നമ്മൾ സർട്ടിഫിക്കറ്റ് എഴുതിയല്ലോ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ, ദ കോഴ്സ് എന്ന് പറയും. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതമ്മഹുന്ന എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്നൊക്കെ പറയുന്ന പോലെ, ഓക്കെ ബിടെക് ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ പാസ്സായെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് പേപ്പർ ബാക്കിയുണ്ടെന്ന്. എത്ര പേപ്പർ ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 6-12 പേപ്പറൊക്കെ ബാക്കിയുണ്ട്. അതുപോലെയല്ല, ഇവിടെ അത്തമ്മ ഹുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിജയകരമായി പൂർത്തീകരിച്ചു. ഇനി ജാലുക്കലിന്നാസി ഇമാമ. അന്നേരം പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇനി ജാലുക്കൽ, ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുകയാണ്. ആക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളെ അപ്പോയിന്റ് ചെയ്യുകയാണ്, നിയോഗിക്കുകയാണ്. ലിന്നാസി, ജനങ്ങൾക്ക്, ഇമാമൻ, നേതാവ്. ഞങ്ങളുടെ നേതാവ് ആരാ? ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ പരീക്ഷ നടത്തുമ്പോഴാണ് എന്താകുന്നത്? ഇമാമാകുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് സമരം വിളിച്ചാലല്ല ഇമാമും ലീഡറൊക്കെ ആവുന്നത്. ഇതൊക്കെ എന്താണ്? സമരം വിളിച്ച ആൾക്കാരാണ് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡേഷൻ പാർട്ടി ചേർക്കുമെന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് വേണ്ടി എത്ര നാൾ സമരം ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും. ഇതങ്ങനെയല്ല. ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു, നമ്മൾ പറയും പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയെന്ന്. അക്ഷരാർത്ഥത്തിൽ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോഴത്തേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാം പുഞ്ചിരിച്ചുകൊണ്ടിരുന്നെന്നാ പറയുന്നത്. എന്ത് ചെയ്തു? സമാധാനവാദം ആയിട്ട് കയറി വന്നു. അതേപോലെ ചെറിയ കുഞ്ഞും വൈഫിനെയും കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയും? പോകാൻ പറയും. ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിക്ക് പോകുമ്പോ എന്ത് ചെയ്യും? വൈഫിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഫാമിലി ആയിട്ടല്ല ട്രിപ്പ് പോണത്, ഫാമിലി ട്രിപ്പ് അല്ല ഇത്, ഫാമിലി ട്രിപ്പ് അല്ല. താങ്കൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി നിർവഹിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അവരെ ഇവിടെ സെറ്റിൽ ചെയ്യുക. എവിടെ? അവിടെ സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് വേറെ എന്തോ ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ തന്നെ നമുക്ക് ചരിത്രത്തിലൂടെ പിന്നീട് മനസ്സിലാക്കിയ ലക്ഷ്യം അള്ളാഹ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഇവിടെ സെറ്റിൽ ചെയ്യുക, അവരെവിടെ എന്ത് ചെയ്യുക? അക്കോമഡേറ്റ് ചെയ്യുക. ഓ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യയും മകനെ അവിടെ ആക്കിയിട്ട് പോവാണ്. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നാ പറയുന്നത്. പിന്നെ വൈഫ് വീണ്ടും വിളിച്ചു, ഹലോ, എങ്ങോട്ടേക്കാ? അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഇതല്ല പറഞ്ഞാണോ എന്ന് ചോദിച്ചു വൈഫ്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, യെസ്, അതെ, ശരി, എന്നാൽ അള്ളാഹ് ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ആര് പറഞ്ഞു? വൈഫ് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യനില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷികളോ പറവുകളോ ഒരു ഈച്ച പോലും ഇല്ല. നമ്മൾ പറയുന്ന ഈച്ചയല്ല, നമ്മൾ ഈച്ച പോലും ഇല്ലെന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ജീവികളാണ്. അവിടെ ഒരു ഈച്ച പോലും ഇല്ല, ഒരു പുല്ലുമില്ല അവിടെ, ഒരു ഇലയോ പുല്ലോ പോലും ഇല്ല. എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞാണ്, പോയി. അത് കഴിഞ്ഞ് കുറെ ആള് പിന്നെ ഉമ്മ മകനെ വളർത്തി. ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇബ്രാഹിം അലൈഹി സ്വലാം വരും. എന്താ പറയാ, ലീവിന് വരും. അപ്പൊ വരും, കണ്ടിട്ട് പോകും. അതുകൊണ്ടാണല്ലോ വാപ്പ പറയുമ്പോഴത്തേക്ക്, വാപ്പ പറയുന്നതിന് ശരി, വാപ്പ വന്ന് മകൻ്റെ അടുത്ത് ഒരു ദിവസം പറയാണ്, മോനെ, നിന്നെ അറക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുക. എന്ത് പറഞ്ഞു? ഉമർ, എന്താണോ കൽപ്പന കിട്ടിയിരിക്കുന്ന അതേപോലെ ചെയ്തോ ഉപ്പ എന്ന് പറഞ്ഞു. ഇതെല്ലാം എന്താണ്? പരീക്ഷണങ്ങളാണ്. ഇതെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇതുണ്ടാക്കി, ഏത്? കാഴ്ബ പടുത്തുയർത്തി. അവിടെ ഉണ്ടായിരുന്ന സംഭവം പടുത്തുയർത്തി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കുകയാണ്, സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ടാണ് പറയുന്നത്, പിന്നെ ഇമാമാക്കിയിരിക്കുന്നത്. ഇനി ഞാനൊക്കെ ഇമാം. അപ്പൊ ലീഡർ ആവണം, എന്ത് വേണം? പരീക്ഷണത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോകണം. എന്നിട്ട് ഇമാമാകുമ്പോഴാണ് എന്താകുന്നത്? ആ പ്രൗഡ് ഉണ്ടാകേണ്ടത്, അഭിമാനം ഉണ്ടാകേണ്ടത്. ഞാൻ ലീഡർ ആവാനുള്ള യോഗ്യത നേടി, പരീക്ഷണങ്ങൾ കടന്നു വന്നു. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്നെ ഇമാമാക്കിയിരിക്കുന്നു, നിന്നെ ലീഡറാക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞു, നിന്നെ ഞാൻ നേതാവാക്കിയിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒമിൻ ദുരിയത്തി, എന്റെ സന്തതി പരമ്പരകളെ. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മക്കള് പരമ്പര, ദുരിയത്ത്, സന്തതി പരമ്പര.
ഒമിൻ ദുരിയത്തി, എന്റെ മക്കളെയും കൂടെ ആക്കണം, എന്നെ മാത്രം ആക്കിയാ പോരാ. എന്നെ വമിൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിന്നും ആക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ഇല്ല എന്ന് പറഞ്ഞില്ല. എന്റെ മക്കളിൽ നിന്നും നേതാക്കന്മാരെ ആക്കണമേ എന്ന് പറഞ്ഞു. വമിൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിന്നും ആക്കണം. അപ്പോ ആ മക്കളെ ആക്കുകയില്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് എന്താ പറഞ്ഞത്? പല ലാ യനാലു അഹ്ദി അൽ-ളാലിമീൻ, എന്റെ കരാർ അക്രമികൾക്ക് എത്തുകയില്ല. നാല യനാലു എന്താ അർത്ഥം? പ്രാപിച്ചു അല്ലെങ്കിൽ നേടി. ഇവിടെ അർത്ഥം എത്തി എന്ന്. ലാ യനാലു അഹ്ദി അൽ-ളാലിമീൻ, അക്രമികൾക്ക് എത്തില്ല. അപ്പൊ കുറച്ചുപേർക്ക് കൊടുക്കും നമ്മൾ നേതൃത്വം, കുറച്ചുപേർ നേതാക്കളാക്കും. അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സന്തതി പരമ്പരയിൽ പ്രവാചകന്മാർ വന്നു. അപ്പൊ അങ്ങനെ കുറച്ചുപേരാക്കും, പക്ഷെ അക്രമികൾക്ക് ഇത് ബാധകമല്ല. ഇതെന്ത് ചെയ്തു? അൽ ബൈത്ത് എന്ന് പറയുന്നത് എന്താണ്? കഅബ. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി, ഒന്നാമത്തെ ബൈത്ത് അവിടെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അൽ ബൈത്ത് എന്ന് പറയുന്നത്. ആ അൽ ബൈത്തിനെ ജഅൽന, ബൈത്തിനെ എന്താക്കി? മസാബത്തൽ ലിന്നാസി. മസാബത്ത് എന്താണ്? അഭയസ്ഥാനം. അഭയസ്ഥാനം എവിടെ പോയാലും തിരിച്ചു വരുന്ന സ്ഥലത്തിനാണ് മസാബത്ത് എന്ന് പറയുന്നത്. എവിടെ പോയാലും തിരിച്ചു വരുന്ന സ്ഥലത്ത് വരും. നമ്മൾ മലയാളത്തിലെ ഒരു ചൊല്ലുണ്ട്, കുളമ്പ് പൊഴിക്കുമ്പോൾ എന്ന് പറയും, എരുത്തിൽ തന്നെ അഭയം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ എരുത്തിലാണ്, അല്ലെങ്കിൽ കോലായിൽ എന്താ പറയും, പശുവിനെ കിട്ടുന്ന സ്ഥലത്ത് എന്താ പറയുന്നത്, അവിടെയാണ് അത് അഭയം പ്രാപിക്കുക എന്ന് പോലെ. അതാണ് ആ അർത്ഥത്തിലാണ് മസാബത്ത് വന്നത്, മടക്കസ്ഥാനം. ജനങ്ങൾക്ക് ഒരു അഭയസ്ഥാനമാണ് അൽ ബൈത്ത്. മസ്ജിദ് എന്തായിരിക്കണം? ജനങ്ങൾക്ക് അഭയം കൊടുക്കുന്ന സ്ഥലമായിരിക്കണം. ലിന്നാസി വ അംനൻ, നിർഭയവും നിർഭയത്വവും. അപ്പം അവിടെ നിർഭയത്വ സ്ഥാനവുമാകണം, പിന്നെന്താകണം? മസാബത്തുമാകണം. സാബ എന്ന് പറഞ്ഞാൽ റജ എന്താ എഴുതിയിരിക്കുന്നുണ്ട്, സാബ. അപ്പൊ സാബയുടെ എന്താണ്? മസാബത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ ഇസ്മ മക്കാൻ എന്ന് പറയും, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദം മസാബത്ത്. മത്താഫ് എന്ന് പറയുന്ന പോലെ മസാബത്താണ് അഭയസ്ഥാനം അല്ലെങ്കിൽ മടക്കസ്ഥാനം. അൽ മസാബ് വൽ മസാബത്ത് എന്ന് പറഞ്ഞാൽ അൽ ബൈത്ത്. സാബ യസൂബു ആണോ ഉസ്താദ്? അതെ, ആവേശവും മടങ്ങി. അതേപോലെ അമ്ന്, അന്നെന്താ? അമിനയുടെ ആണോ? അമിന. അമിനർ റജുലു എന്ന് പറഞ്ഞാൽ ഇത്മ അന്ന, ശാന്തി അടഞ്ഞു. അമിന യമനി, അമ്ന്. വലം യഹഫ്, ഭയപ്പെട്ടില്ല. അപ്പം നിർഭയ സ്ഥാനവുമാണ്. ഒരു നിർഭയ സ്ഥാനവുമാകണം, മടക്ക സ്ഥാനവുമാകണം. അഭയ കേന്ദ്രവുമാകണം, നിർഭയ സ്ഥാനവുമാകണം. വത്തഖ്ദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, വത്തഖ്ദു നിങ്ങൾ സ്വീകരിക്കുക, മിൻ മഖാമി ഇബ്രാഹിം. മക്കാം എന്താ? ഒരുപാട് പേര് മക്കാമിലേക്ക് പോകാറുണ്ട്. മക്കാമിലേക്ക് സന്ദർശനം നടത്തും, നിന്ന സ്ഥലം. അതല്ല, അല്ലെങ്കിൽ ഡെഡ് ബോഡി അടക്കിയ സ്ഥലമാണ് മക്കാം. കാമ എന്ന് പറഞ്ഞാൽ നിന്നു, അതിന്റെ ഇസ്മു മക്കാനാണ് മക്കാം. നിന്ന സ്ഥലം, അല്ലാതെ കിടന്ന സ്ഥലമല്ല. കിടന്ന സ്ഥലവും അഭയം പ്രാപിച്ച സ്ഥലവും ഒന്നും അല്ലാത്തതില്ല, നിന്ന സ്ഥലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലം. നമ്മൾ അവിടെ പോകാനുള്ള ഭാഗ്യം ലഭിച്ചവർക്ക് അത് ചിന്തിക്കാം, ലഭിക്കാത്തവർക്ക് ആ സ്ഥലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ ടി വിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
അവിടെ അതായിരിക്കും നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിന്ത ഉണ്ടാകേണ്ടത് അതാണ്. ഞാൻ അവിടെയാണ് നിൽക്കുന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവിടെ എത്രയോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? തവാഫ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമസ്കരിക്കുന്നുണ്ട്. ഞാനും അവരോടൊപ്പം നമസ്കരിക്കുകയാണ്. മഖാം ഇബ്രാഹിം മുസല്ല എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാം നിന്ന സ്ഥലത്തെ മുസല്ലയാക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥലം അവിടെ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന് കല്ല് എടുത്തു വെക്കാൻ വേണ്ടി പൊക്കത്തിൽ കയറി നിന്ന ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് അവിടെ തന്നെ കിടക്കുകയായിരുന്നു, കഅബയുടെ ചുവരിന്റെ അടുത്ത് തന്നെ കിടക്കുകയായിരുന്നു. അവിടെ എന്ത് ചെയ്തു? പിന്നീട് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ തവാഫ് ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടായി മാറി. അങ്ങനെയാണ് അത് കുറച്ച് മാറ്റിയിട്ട് അവിടെ സ്ഥാപിച്ചത്. അവിടെയാണ് അതിന് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു കൂടാരമൊക്കെ ഉണ്ടാക്കി അതവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെ നമസ്കരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ എവിടെ നിന്ന് നമസ്കരിച്ചാലും മഖാം ഇബ്രാഹിമിന്റെ നമസ്കരിച്ചതിന്റെ കൂലി കിട്ടും. അതിന്റെ മുകളിൽ എന്തായാലും കയറി നിസ്കരിക്കാൻ പറ്റില്ല, കാരണം ഇപ്പൊ അത് കൂട്ടിനകത്ത് വെച്ചിരിക്കുക. ആ കല്ല് മാത്രമല്ല, നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലമല്ല, അവിടെ എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ്. ആ നിന്ന സ്ഥലത്തിന് അത്രയും പ്രാമുഖ്യം കൊടുക്കുന്നു എന്നർത്ഥം. മഖാം ഇബ്രാഹിം മുസല്ല. നമ്മളവിടെ നിൽക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാലും അവിടെ നിൽക്കാമെന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി. ഇവിടെ നിൽക്കുമ്പോഴും അവിടെ നിൽക്കാമെന്നുള്ള നമ്മളെ മൈൻഡ് സെറ്റപ്പ് ഇങ്ങനെ ആക്കിയാൽ മതി. അവിടെ പോകാൻ അനുഗ്രഹം ലഭിച്ചവർക്ക് എന്താ? പോകാൻ പറ്റാത്തവരെന്ത് ചെയ്യും? ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാരണം എന്താണ്? ഇന്നമല അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തനുസരിച്ചാണ്. നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ മൈൻഡിലേക്ക് അത് കൊണ്ടുവരാം. മൈൻഡിലേക്ക് എല്ലാ സംഗതിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. ആസ് എ മാൻ തിങ്കത്ത് ഹി ഈസ്, മനുഷ്യൻ എന്ത് വിചാരിക്കുന്നുണ്ടോ അതാണ് അവൻ എന്ന് പറഞ്ഞു. അതാണ് ഇന്നമല അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവര് കോപ്പി അടിച്ചിട്ട് എന്ത് ചെയ്തു? മില്യൺ കണക്കിന് ബുക്ക് വിറ്റഴിക്കുകയാണ്. നമുക്കത് മനസ്സിലായില്ല. ആസ് എ മാൻ തിങ്കത്ത് ഹി ഈസ് എന്ന് പറഞ്ഞു. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു അവൻ അതാണ്. ഓക്കെ, അപ്പൊ മുസല്ല ആക്കണം. വാഹിദിന ഇല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് എന്ത് ചെയ്തു? നാം കരാർ വാങ്ങി. എഗ്രി ചെയ്തു. മാത്രമല്ല ഇസ്മായിലിനോട്. അപ്പൊ ഇല വന്നപ്പോ ഇബ്രാഹിമിന് കെസ് കൊടുക്കില്ല. ഇബ്രാഹിം അനറബി പദമാണ്, അനറബി പദം ആയതുകൊണ്ടാണ് അവിടെ കെസ് കൊടുക്കാത്തത്. അപ്പൊ നമ്മൾ മിക്കവാറും പ്രവാചകന്മാരുടെ പേരുകളെല്ലാം ഹൂദ്, സ്വാലിഹ് എന്നൊക്കെ ഉള്ള നാമങ്ങൾ ഒഴിച്ച്, മുഹമ്മദ് പോലുള്ള നാമങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എന്തായിരിക്കും? കെസ് സ്വീകരിക്കാത്ത പദങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള നാമങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ എഴുതി വെച്ച് നോക്കുക. ഇനി അടുത്ത നേരത്തെ ഒരു ആയത്ത് വന്നല്ലോ, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്തി വന്നപ്പോ അസ്ബാത്ത് എന്താണ്? ഭാഷയുടെ ഒരു പദം. പാതി കെസ്, വൽ അസ്ബാത്തി കെസ്റാണ്. അപ്പൊ അതുപോലുള്ള സന്ദർഭം സുഹൃത്ത് അന്യാമിലും നിശായിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ പ്രവാചകന്മാരുടെ ഒരുമിച്ച് വരുന്നത്. ഇവിടെ നോക്കിയിട്ടാ കെസ് സ്വീകരിക്കാത്ത പ്രവാചകന്മാരുടെ പേരുകളൊക്കെ എന്ത് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുക. അഹിദിന ഇല ഇബ്രാഹിം ഇസ്മായിൽ, ഇബ്രാഹിം ഇസ്മായിൽ നബിമാരോട് എന്ത് ചെയ്തു? നാം അലൈഹിം അസ്സലാം, അവരോട് നാം കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാം? അൻ ത്വഹിറ ബൈത്തിയ, എന്റെ വീടിന് നിങ്ങൾ രണ്ടുപേരും അൻ ത്വഹിറ. അപ്പൊ ത്വഹിറ എന്ന രൂപം നമ്മൾ എന്ത് ചെയ്യാം? എടുത്ത് എഴുതി വെക്കണം. നിർബന്ധമാണ് കേട്ടോ, വാജിബാണ്. പേജ് നമ്മൾ സ്കാൻ ചെയ്ത് ഫോട്ടോ ഇടുക. കാരണം എന്താണ്? നമ്മൾ ഇഫ് അൽ എന്ന രൂപം പഠിച്ചു. ഇഫ്തഹ്, ഇഫ്തഹു, ഏകവചന കൽപ്പനയും ബഹുവചന കൽപ്പനയും പഠിച്ചു. ത്വഹിറ എന്ന് പറഞ്ഞ എന്താണ്? ദ്വിവചന കൽപ്പനയാണ്. അപ്പൊ സബ്യഹ്, സബ്യഹു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സബ്ബഹ ഗ്രൂപ്പിൽപ്പെട്ടാണ് ത്വഹറ. സബ്യഹു എന്ന് ഞാൻ പഠിച്ചുള്ളൂ. അപ്പൊ സബ്യഹ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ രണ്ടുപേരും തസ്ബീഹ് ചെയ്യുക. ത്വഹിറ, നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധമാക്കി വെക്കുക. ബൈത്തിയ, എന്റെ പേര്. ആർക്ക് വേണ്ടി? ത്വാഇഫീന, തവാഫ് ചെയ്യുന്നത്. ത്വാഫ് യത്തൂഫിന്റെ
കർത്തൃനാമം എന്താണ്? കാല യക്കൂറുവിന്റെ പോലെ. കാല യക്കൂറുവിന്റെ കർത്താവ് എന്താണ്? കാല യക്കൂറുവിന്റെ കർത്താവ് ഇല്ല. കർത്താവ് കർത്താവ് കർത്തൃനാമം കായിലുൻ പറഞ്ഞയാള്. മഫൂൽ കായിരൻ. കാല കായിരൻ മിൻഹും കം ലബിസ്തും. എല്ലാ ആഴ്ചയും ഓതുന്നതുകൊണ്ടാണ് കുഴപ്പം. എല്ലാ ആഴ്ചയും ഓതാത്തവർക്കാണ് കിട്ടും. കായിര്. അപ്പൊ അതേപോലെ താഫ് യതൂഫ് എന്ന് പറഞ്ഞാല് തായിഫ്. താഫി എന്ന് പറയും. തായിഫീന താഫി എന്നവർക്ക്, ഫലം വയ്ക്കുന്നവർക്ക്. വൽ ആക്കിഫീന അക്കഫ യഅക്കിഫു യഅക്കുഫു അക്കഫ യഅക്കുഫു അക്കഫ യഅക്കുഫു ആക്കിഫ് എന്ത് ചെയ്തു? എഴുത്തിക്കാഫ് ചെയ്തു. എഴുത്തിക്കാഫ് ചെയ്തു. എഴുത്തിക്കാഫ് എന്ന് പറയൂലേ? വചനമിരുന്നു. അക്കഫ ഭജനമിരുന്നു, അവിടെ ചടഞ്ഞിരുന്നു. അങ്ങനെ അക്കഫ. ആക്കിഫീൻ അവിടെ ഭജനം ഇരിക്കുന്നവർക്കും. വർ റുക്കാൾ. റുക്കാൾ എന്താണ്? അത് തന്നില്ലേ? അപ്പോൾ ചെയ്യുന്നവർ. ചെയ്യുന്നവർ. റാക്കേളിന്റെ ബഹുവചനമാണ് റുക്കാൾ കേട്ടോ. റാക്കേളിന്റെ ബഹുവചനമാണ് റുക്കാൾ. നേരത്തെ വന്നുണ്ടാവും ചിലപ്പോ, അവിടെ ഇവിടെ തരാത്തത്. റാക്കേളിന്റെ ബഹുവചനം റുക്കാൾ. അതേപോലെ സാജിദിന്റെ ബഹുവചനമാണ് സുജൂദ്. സുജൂദിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സജദ യസ്ജുദുവിന്റെ ക്രിയാധാതു സുജൂദ്. രണ്ട് സാജിദിന്റെ ബഹുവചനം സുജൂദ്. ഇവിടെ എന്താ അർത്ഥം? ആക്കിഫീന വർ റുക്കഴി അസ്സുജൂദ്. സുജൂദ് ചെയ്യുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും ഇഴ്തികാഫ് ഇരിക്കുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും വേണ്ടി ഇതിനെന്ത് ചെയ്യണം? പരിശുദ്ധമാക്കിയിരിക്കണം. ഖാല ഇബ്രാഹിം റബ്ബി എന്ത് പറഞ്ഞു? രക്ഷിതാവേ ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകുന്ന നോക്കിൽ കുറെ പ്രാർത്ഥനയൊക്കെ ചെയ്തു അല്ലെ? ഭാര്യയും വൈഫിനെയും മകനെയും അവിടെ സെറ്റിൽ ചെയ്തിട്ട് പോകുമ്പോഴേ അപ്പൊ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ. ഇതെന്താണ്? ഒരു സെക്യൂർഡ് ആയിട്ടുള്ള നിർഭയമായ സ്ഥലമാണ്. വർസുക്ക് ആഹാരം കൊടുക്കണം, ഫീഡ് ചെയ്യണം. അഹ്ലഹു അതിലെ ആൾക്കാർക്ക്, ഈ ബലദിലെ ആൾക്കാർക്ക്. അഹ്ലഹു എന്ന് പറഞ്ഞാൽ ആ ബലദിലെ ആൾക്കാർക്ക്, ആ നാട്ടിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം? മിനസ്സമറാത്ത് ഫലങ്ങൾ. മക്കയിൽ വരാത്ത ഫലങ്ങളില്ല, എല്ലാ ഫലങ്ങളും മക്കയിൽ വരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് പ്രാർത്ഥിച്ചു എല്ലാ ഫലങ്ങളും, വിവിധ തരം പഴങ്ങൾ അവരെ ഭക്ഷിപ്പിക്കണമെന്ന് പറഞ്ഞു. ഏതെല്ലാം ഭക്ഷണങ്ങളുണ്ടോ പഴങ്ങളുണ്ടോ ആ പഴങ്ങളെല്ലാം അവിടെ വരും. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. കാരണം എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞു ലാ യനാലു അഹ്ദി ളാലിമീൻ, ലാലിമികൾക്ക് എന്റെ കരാർ എത്തുകയില്ല, അല്ലാത്തവരിൽ ചില ആൾക്കാരെ നമ്മൾ നേതാവാക്കാം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ലാ യനാലു അഹ്ദി ളാലിമീൻ, ലാലിമുകൾക്ക് എന്റെ കരാർ എത്തുകയില്ല എന്ന് പറഞ്ഞു. അത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നീ ജാലുബിന്നാസ് ഇമാമ എന്ന് പറഞ്ഞപ്പോ, നിന്നെ ഞാൻ നേതാവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, എന്റെ സന്തതി പരമ്പരയിൽ നേതാക്കന്മാരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ല എന്നാലും അഹിദുൽ വാലിമീൻ, വാലിമികൾക്ക് എന്റെ കരാർ എത്തുകയില്ല, അല്ലാത്തവരെ ചിലരെ ആക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? ആഹാരം കൊടുക്കാൻ, പഴങ്ങളൊക്കെ കൊടുക്കാൻ പ്രയത്നിച്ച സമയത്ത് പറഞ്ഞു മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആഖിറത്തിലും അതേപോലെ അള്ളാഹിലും വിശ്വസിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആല മൻ കഫർ അല്ല, മൻ കഫർ വ മൻ കഫർ, സത്യ നിഷേധിച്ചവർക്കും നാം എന്ത് ചെയ്യും? കൊടുക്കും. നിഷേധിച്ചവർക്കും കൊടുക്കും. അള്ളാഹ് മഴ വർഷിപ്പിക്കുന്നില്ലേ?
വായു ഓക്സിജൻ നിർബാധം കൊടുക്കുന്നില്ലേ? ചൈനയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ മോളെ ആ പമ്പിൽ ഒരു 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 എന്താ പറയാ സിലിണ്ടർ ഓക്സിജൻ കൂടെ വാങ്ങിക്കൊണ്ടാ പോകാന്ന് പറയും. കോളേജിൽ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് പൈസയും കൊടുത്തു വിടും. ഇതിനാ പോകുന്ന പോക്കിൽ പെട്രോൾ അടിക്കാൻ മാത്രമല്ല പൈസ, ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ടുപോകണം. അതിന് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് യഥേഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നു. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും മഴ പെയ്യും, ഫലങ്ങളെല്ലാം എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട്. കാഫിറിനും മുഅ്മിനും ഫാസിഖിനും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഇബ്രാഹിം നബി ഇസ്ലാം ചോദിച്ചു എന്തായി പോയി, തെറ്റായിപ്പോയി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ബില്ലാഹി ആമന മിൻകും ബില്ലാഹി വൽ യൗമിൽ എന്തല്ല, അതായത് റിസ്ക് ഈ ഐഹിക ജീവിതത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കും. റേഷൻ കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള വിഭവങ്ങളിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വിഭജനം പാടില്ല, വേർതിരിവ് പാടില്ല. അള്ളാഹ് വിശ്വസിക്കുന്നോ വിശ്വസിക്കാതിരിക്കുന്നതൊക്കെ വേറെ വിഷയം. വിശ്വസിക്കാതിരിക്കുന്നവർക്ക് പരലോകത്ത് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ശിക്ഷ കൊടുക്കും. ഈ ലോകത്ത് അതില്ല. ഈ ലോകത്ത് എല്ലാവർക്കും ഐഹിക വിഭവങ്ങൾ എല്ലാവർക്കും കൊടുക്കും. അമ്മ കഫറ എന്നിട്ട് എന്താ പറഞ്ഞത്, ഉമത്യഹു. മത്ത എന്ന് പറഞ്ഞാൽ ജീവിത വിഭവങ്ങൾ. വത്ത എന്ന് പറഞ്ഞാൽ സുഖിപ്പിച്ചു, ജീവിത വിഭവങ്ങൾ ആസ്വദിപ്പിച്ചു. മത്യഹുൻ എന്നൊക്കെ പറഞ്ഞു. ഉമത്യഹു അവർക്ക് ജീവിത വിഭവങ്ങൾ നൽകും. ഉമത്യഹു അവനെ, കമൻ കഫറ എന്ന് പറയുന്നത് ഏകവചനായിട്ട് പറയും, സത്യം നിഷേധിച്ചവനും. ഉമത്യഹു അവന് നാം എന്ത് ചെയ്യും, ജീവിത വിഭവം നൽകും. കലീലൻ കുറച്ചെന്ന് പറഞ്ഞാല് വയറ് നിറയാതെയാണോ? അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. എത്ര വർഷം വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കും? 10, 100, 115 വർഷം വരെയൊക്കെയാണ് ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്. ഞാനും മുമ്പേ മരിക്കും, നിങ്ങൾ എപ്പോഴും മരിക്കണമല്ലോ. നമ്മള് ഏറ്റവും കൂടി ആയുസ് ആ മനുഷ്യന്റെ ആ വർഷം. അതൊക്കെ എന്താണ്, തുലവും നിസ്സാരമാണ്. കാരണം മിക്കതാർഹു അൽഫസനത്തിൻ നിന്നാകും. ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അല്ലെങ്കിൽ ഖിയാമത്ത് നാളിലെ ദിവസം എന്തായിരുന്നു, അൽഫസനത്തിൻ ഹംസീൻ അൽഫസനത്തിന് വേറെ സ്ഥലത്ത് പറഞ്ഞു 5000 വർഷം, ഹംസീൻ 50,000 വർഷം, അൽഫസനത്ത് 1000 വർഷം. ചുരുങ്ങിയത് ഒരു 1000 വർഷത്തെ ദൈർഘ്യമെങ്കിലും അവിടുത്തെ ഒരു ദിവസത്തിനുണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 100-115 വർഷമൊക്കെ എന്താ കലീല. അതൊക്കെ എന്താണ്, വളരെ കുറച്ചാണ്. അപ്പൊ ഉമത്യഹു കലീലൻ, അവനെ കുറച്ചു നാളത്തേക്ക് നാം എന്ത് ചെയ്യും, ജീവിതവിഭവം നൽകും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതകാലത്ത്, ഈ ഭൂമിയുടെ ജീവിതകാലത്ത് ജീവിതം നൽകും. തുമ്മ ഔത്തറുഹു ഇലാ അസാബിന്നാർ, പിന്നെ നാം എന്ത് ചെയ്യും, ഇൽത്തറ തള്ളിവിട്ടു, അല്ലെങ്കിൽ നിർബന്ധിച്ചു. ഇൽത്തറ ഇലാ അസാബിന്നാർ, നരകശിക്ഷയിലേക്ക് അവന് തള്ളിവിടും. നിർബന്ധിക്കും എന്ന് പറഞ്ഞാൽ അവനെ തള്ളിവിടും. വബിഅ്സൽ മസീർ, എത്ര മോശമായ മടക്കസ്ഥാനം. ഉസ്താദേ, തജ്വീദിന്റെ ക്ലാസിന്റെ ലിങ്ക് ഒന്ന് ഇട്ട് തരുമോ? ഇതുവരെ ഇട്ടില്ല. തജ്വീദിന്റെ വെള്ളിയാഴ്ചത്തെ ക്ലാസിന്റെ ലിങ്ക്. തജ്വീദിന്റെ ക്ലാസ് എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു, റെക്കോർഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് പുരുഷന്മാരുടെ ക്ലാസിന്റെ റെക്കോർഡ് ഇട്ടുതരാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ. പുരുഷന്മാരുടെ ക്ലാസ് റെക്കോർഡായിരുന്നു, അത് ഇട്ടുതരാൻ പറയാം. ഓഫീസിൽ പറഞ്ഞാണ്. ഓഫീസിൽ ഞാൻ പറഞ്ഞു, ഓഫീസിലും ഗ്രൂപ്പിലൊക്കെ ഇട്ടണല്ലോ. അപ്പൊ പുരുഷന്മാരെ ഇട്ട് തരാൻ പറയും. ഗ്രൂപ്പിലൊക്കെ ഇട്ട ഗ്രൂപ്പിൽ പോയിട്ട് ഇക്കാര്യമൊന്നും നോക്കൂല. ഓഫീസിൽ ഇട്ടണ്. ഞാൻ ടെസ്നിൻ ടീച്ചർ 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു. എഴുതിയിരിക്കുന്നുണ്ടോ സാജിദൂന, സാജിദിന്റെ ബഹുവചനം സാജിദൂന എന്നുണ്ട്, അതേപോലെ സുജ്ജദൻ എന്നുണ്ട്. സുജ്ജദൻ എന്നും സാജിദിന്റെ ബഹുവചനം സുജ്ജദ് എന്നും വരും, അതേപോലെ സുജൂദ് എന്നും വരും. റാക്കിന്റെ ബഹുവചനം റാക്കിഊന എന്നും വരും, അതേപോലെ റുക്ക എന്നും വരും, റുക്കൂ എന്നും വരും. സുജൂദ് എന്ന്
സുജൂദ് ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ സുജൂദ് എന്ന് വരുന്നത് പോലെ റുക്കൂ ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ റുക്കൂ എന്നും വരും കേട്ടാ. അപ്പൊ റുക്ക എന്നും വരും, റുക്കൂ എന്നും ബഹുവചനം. ഓക്കെ. സുജദ് എന്നും സുജൂദ് എന്നും വരും അല്ലേ? റുക്കൂ പോലെ. റുക്കൂഴിന് എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സജദ യസ്ജുദു സുജൂദ് എന്ന് ക്രിയാധാതു കൊണ്ട്, അതേപോലെ റക്അ യർകഉന് റുക്കൂഴ് എന്ന് ക്രിയാധാതു കൊണ്ട്, അതേസമയം തന്നെ ഈ രണ്ട് പദങ്ങൾക്കും റുക്കൂഴിനും സുജൂദിനും സാജിദിന്റെ ബഹുവചനമായിട്ടും ഉപയോഗിക്കും. റുക്കൂഉം സുജൂദ് എന്ന പദങ്ങൾ നമുക്കിവിടെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലായല്ലോ. ഇവിടെ സുജൂദ് എന്നുള്ളത് ക്രിയാധാതു അല്ല എന്ന് മനസ്സിലായില്ലേ? റുക്അ് വന്നപ്പോഴത്തേക്ക് റുക്അും അതെ ആക്കിഫീന വന്നപ്പോ എന്താണ്, ബഹുവചനമാണ്. തായിഫീന വൽ ആക്കിഫീന പിന്നെ വരുന്ന എന്തായിരിക്കും, ബഹുവചനമായിരിക്കും. റുക്അ് സുജൂദ് എന്ന് പറയുന്നത് ബഹുവചനമായിരിക്കും. അപ്പൊ എന്താണ്, ക്രിയാധാതു അല്ല. അതേപോലെ റുക്കൂഇനും രണ്ടർത്ഥമുണ്ട്. ക്രിയാധാതുവിന്റെ രൂപത്തിലും റുക്കൂഴ് വരും, അതേപോലെ ഊനയുടെ അർത്ഥത്തിലും റുക്കൂഴ് വരും. വേറെ ഇതിൽ എത്ര പുതിയ പദങ്ങൾ? ഷഫാത്തിനെ കുറിച്ച് ഖുർആനിൽ എന്ത് പറയുന്നു പറഞ്ഞാല്, എന്ത് പറഞ്ഞു? നമ്മളെ കയ്യിലുള്ള വേദത്തെ യഥാവിധം മനസ്സിലാക്കാതെയും അതിന്റെ താല്പര്യവും പൂർണ്ണവുമായ ഈ വേദത്തെയും പ്രവാചകനെയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് ആർക്കും നിങ്ങൾ രക്ഷിക്കാനാവില്ല. നിന്റെ തഫ്സീറിലുള്ള നിങ്ങൾ തഫ്സീറിലുള്ള നമ്മൾ പറഞ്ഞില്ല, ഖുർആനിൽ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. പൂർവികരുടെ ശുപാർശകൾ അവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ശുപാർശകൾ അവിടെ നിങ്ങൾക്ക് പ്രയോജനം. തഫ്സീർ അല്ല, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ. ഞാൻ പറഞ്ഞു അവിടെ, അതായത് ഈ ഷഫാഅത്തിനെ കംപ്ലീറ്റും മുഴുവനും നിഷേധിക്കുന്നതാണ് ഖുർആനിലുള്ളത്. പിന്നെയുള്ള എന്താ ഖുർആനിൽ പറയുന്നത്, ഇല്ലാമൻ അദിന ലഹുർ റഹ്മാൻ, കാരുണ്യവാൻ അനുവാദം കൊടുത്തവർക്ക് എന്ത് ചെയ്യാം, ഷഫാഅത്ത് കൊടുക്കാം. സവാബ, അവൻ എന്തായിരിക്കും, സത്യം പറഞ്ഞായിരിക്കണം. പിന്നെ എന്ത്, നമ്മള് എല്ലാ ദിവസവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നല്ലത് അവന്റെ പെർമിഷൻ കൂടാതെ അവന്റെ റെക്കമെൻഡേഷൻ ആർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? അപ്പോ നമ്മൾ പറയുന്ന ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ പറയുന്ന ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയും. ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന മഹത്തായ ഒരു സുപ്രധാനമായ ഷഫാഅത്ത്. ആ ഷഫാഅത്ത് എന്തായിരുന്നു അറിയുമോ? ജഡ്ജിമെന്റ് നടക്കാതെ നിൽക്കുകയാണ്, എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടി ഇരിക്കുക. അള്ളാഹ് ആഗതമായിട്ട് വേണം എന്ത് ചെയ്യാൻ, സുപ്രീം പവർ ജഡ്ജി വന്നിട്ട് അഹ്കമുൽ ഹാക്കിമീൻ എന്ന് പറഞ്ഞില്ലേ, അലൈഹി സ്വലാഹുവിന്റെ അഹ്കമുൽ ഹാക്കിം. അപ്പോ വിധികർത്താക്കളിൽ ഉത്തമനായ വിധികർത്താവുണ്ട്. ആ വിധികർത്താവ് ആഗതനാകണം. ആഗതനായിട്ട് വേണം എന്ത് ചെയ്യാൻ, ജഡ്ജിമെന്റ് നടക്കാൻ. ജഡ്ജിമെന്റ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്, മുഴുവൻ മനുഷ്യന്മാരും. അന്ന് മുതൽ ആദ്യ കാലം മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ ലോക അവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി ജഡ്ജിമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ വെള്ളത്തിൽ അവരവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് ഞെരിയാണി വരെയും മുട്ടുവരെയും കഴുത്ത് വരെയും പെരട് വരെയും ചെറുതെങ്കിലും മലർന്നൊക്കെ നിൽക്കുകയാണ്. സൂര്യനാണെങ്കിൽ ഒലിച്ചാൻ അടുത്ത് നിൽക്കുകയാണ്, ഭയങ്കര ചൂടായ ചൂട്. പിന്നെ ചില ആൾക്കാർക്ക് അർശിന്റെ തണലൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്, ജഡ്ജിമെന്റ് നടക്കുന്നില്ല. എങ്ങോട്ടെങ്കിലും കല്ലും നെല്ലും തിരിച്ചു വരണമല്ലോ, നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ള ഒരു ഭയങ്കര തീരുമാനമായാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ എല്ലാവരും നിൽക്കുക. അപ്പോഴെന്ത് ചെയ്യുന്നു, ഓരോ ജനങ്ങളെല്ലാം കൂടി ചെന്ന് ആദം നബി അലൈഹി സ്വലാം എടുത്ത് പറയാം, ആദം അലൈഹി സ്വലാം താങ്കൾ എന്താണ്, അബുൽ ആബ ആണ്,
എല്ലാവരുടെയും പിതാവാണ്. അതുകൊണ്ട് അല്ലാതെ ചെന്നിട്ട് പറയണം ജഡ്ജ്മെന്റ് നടത്താൻ. അപ്പൊ ആദ്യം നബി ഇസ്ലാം പറഞ്ഞു, എൻ്റെ അടുത്ത് തിന്നരുതെന്ന് പറഞ്ഞ പഴം ഞാൻ തിന്നുപോയി, എനിക്ക് പോയി എന്നും പറയാൻ ഉള്ള ഗഡ്സ് ഇല്ല എന്നത്. അങ്ങനെ ഓരോ നബിമാരോടും പറഞ്ഞ അവസാനം അവരെല്ലാം കൈയൊഴിഞ്ഞു. ഇബ്രാഹിം നബി ഇസ്ലാം അങ്ങനെ ആദാ റബ്ബി എന്നൊക്കെ പറഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമത്ത് എന്ന് പറഞ്ഞു, ഞാൻ വക്കസഹു മൂസ ഒരാളെ കൊന്നുപോയി, അതുകൊണ്ട് എനിക്കെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോരുത്തരും ഒഴിഞ്ഞു മാറി അവസാനം എന്ത് ചെയ്യും, അമേൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഖാത്തമുൻ നബിയ്യീനല്ലേ താങ്കൾ, പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴെന്താ ചെയ്തത്? ഇതാണ് റെക്കമെൻഡേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കിയിരിക്കുന്നത്. റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അർശിന്റെ അടുക്കൽ പോയി സുജൂദിൽ വീഴുകയാണ്. ഹദീസിൽ പറയുന്നത് എത്ര നാൾ അങ്ങനെ കിടന്നു എന്ന് അറിയില്ല. എന്തിനാ ചെന്നത്? റെക്കമെൻഡേഷന് പെർമിഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഷഫാഅത്ത്, അതാണ് ഷഫാഅത്തുൽ കുബ്ര, മഹത്തായ ഷഫാഅത്ത് എന്ന് പറയുന്നത്. അപ്പോ പിന്നെ നാളുകളോളം അവിടത്തെ സമയമാണ്. അങ്ങനെ കിടന്നു. അങ്ങനെ അള്ളാഹ് ആഗതനായി പറഞ്ഞു, യാ മുഹമ്മദ് നിന്റെ തല ഉയർത്തു എന്ന് ചോദിക്കണം. അതാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു റെക്കമെൻഡേഷന്റെ പെർമിഷൻ വാങ്ങുന്നത്. അപ്പൊ പിന്നെ ആര് എന്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. റെക്കമെൻഡേഷൻ ചെയ്യുമെന്നും നരകത്തിൽ നിന്നും മോചിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളുണ്ട്. അപ്പൊ അവരെല്ലാം ഇതേ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പെർമിഷന് വേണ്ടി, ശുപാർശ നടത്താൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടണം അവർക്ക്. അങ്ങനെ കിട്ടിയാൽ എന്ത് ചെയ്യണം? അവന്റെ കൽബിൽ ഈമാൻ വേണം. കൽബിൽ ഈമാൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ശഫാഅത്ത് ചെയ്യാൻ പെർമിഷൻ കിട്ടൂ. അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഖുർആനിൽ വേറെ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷനും ഇല്ല എന്നാണ്. അപ്പൊ അതാ ഇതന്റെ ഖുർആനിലൊരു തരത്തിലുള്ള റെക്കമെൻഡേഷൻ. നിങ്ങൾ ശഫാഅത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് എഴുതിയിരിക്കണം. ഇല്ലാമൻ നദീർ റഹ്മാൻ വഖാല സവാബ, സത്യം പറയുകയും അള്ളാഹ് പെർമിഷൻ കൊടുക്കുകയും ചെയ്തവർക്കൊഴികെ ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദമില്ല. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹ് പെർമിഷൻ കൊടുത്തവനല്ലാതെ ശഫാഅത്ത് ചെയ്യാൻ അനുവാദമില്ല. ഈ സൂറത്ത് ബഖറയുടെ തന്നെ തുടക്കത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ഒരു ശുപാർശയും സ്വീകരിക്കുകയില്ല എന്ന് സ്വീകരിക്കാത്ത ദിവസത്തെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ എന്ത് ചെയ്തു? ചില പദപ്രയോഗങ്ങളിൽ വ്യത്യാസം വരുത്തിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്നാണ് തിരിച്ചു പറഞ്ഞു. മറ്റേ എത്രാമത്തെ ആയത്തെന്ന് പറഞ്ഞേ? ആയത്ത് നോക്കണം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഷഫാഅത്ത് വെച്ചിട്ട് നോക്കുക, ഷഫാഅത്ത് വെച്ച് നോക്കണം, ഷഫാഅത്ത് വെച്ചിട്ട് നോക്കണം. അപ്പൊ ഷഫാഅത്തും കിട്ടണം. ഷഫാഅത്ത് വെച്ച് നോക്കിയാൽ ഷഫാഅത്തും കിട്ടണം. കിട്ടുന്ന രീതിയിൽ സെർച്ച് ചെയ്യുക. ആയാത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്താൽ ഷഫാഅത്ത് സെർച്ച് ചെയ്താൽ ഷഫാഅത്തും കിട്ടും. അപ്പൊ എന്നാലേ മൻദല്ലദി യശ്ഫഉ ഇൻദഹു അവിടെ ക്രിയാരൂപത്തിലാവും. ഇവിടെ ഷഫാഅത്ത് ക്രിയാധാതു രൂപത്തിലാവും. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ആയത്തുൽ കുർസി 255 ഇത് പഠിക്കാൻ പോകുന്നു.
ഷാഫിയൊന്ന് വന്നിട്ടുണ്ട്. ഷാഫിയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എഴുതി വെച്ചിട്ടുണ്ട്. ശുപാർശ സംബന്ധമായി ഒരു വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അള്ളാഹു അനുമതി കൊടുത്തവർക്കല്ലാതെ ശുപാർശ ചെയ്യാനുള്ള അധികാരം ഇല്ല. ഷാഫി എന്താ വന്നിരിക്കുന്നത്? വായിച്ചു നോക്കണം. എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് എഴുതി വെക്കുമ്പോ ഷാഫി മാത്രം എഴുതി വെക്കും. ആ പോയിന്റ് വരത്തക്ക രീതിയിലാണ് എഴുതി വെക്കേണ്ടത്. മാത്രമല്ല അവിടെയുള്ള ആയത്ത് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ എടുത്ത് എഴുതി വെക്കരുത്. അവിടെ എന്താ പോയിന്റ് വന്നിരിക്കുന്നത്? മൻദലതി യശ്വരിന്റെ ഇല്ലാതിരിക്കും. അതാണ് പോയിന്റ് അവിടെ. അല്ലാതെ ആയത്തിനെ കുറിച്ച് മൊത്തത്തിൽ എടുത്തിട്ട് ട്രാൻസ്ലേഷൻ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒന്ന് കോപ്പി അടിക്കാൻ പറ്റില്ല. അതല്ല വർക്ക് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്ട് വർക്കിലൊക്കെ ചെയ്തതാണ് പത്തഹത്തും അത് എഴുതലാണ് അന്നത്തെ വർക്ക്. ഇന്നത്തെ വർക്ക് എന്താ? അത് മക്കളെ പഠിക്കുമ്പോ തദബ്ബുറാണ്, ചിന്തയാണ്. അപ്പൊ ശരിക്കും ഉസ്താദെ കുറച്ച് ഉണ്ടാവുള്ളൂ പോയിന്റ്. ശരിക്കും പറയുകയാണെങ്കിൽ പലതിലും പറഞ്ഞുള്ള അതിന്റെ അർത്ഥം ഒന്ന് തന്നെയല്ലേ വരുന്നത്? ആശയം ഒന്നെന്നെയാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ വ്യത്യസ്ത പദങ്ങളിലൂടെ എഴുതിയെങ്കിൽ വ്യത്യസ്ത പദം എഴുതണം. ഈ ആയത്തും ബക്കറയുള്ള മറ്റേ ആയത്തും രണ്ടും ഒന്നാണ് പറയുന്നത്. മൻദല്ലദി യശ്വഇൻദഹു എന്ന് ചോദിച്ചത് വേറൊരു ആശയമാണ്. രണ്ടിടത്താണ് ലഹുർ റഹ്മാൻ എന്ന് പറഞ്ഞത് വേറൊരർത്ഥമാണ്, വേറെ രീതിയിലാണ്. അവർക്കൊരു ശുപാർശയും പ്രയോജനപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത് ഷാഫിയൻ എന്നാണ് പറഞ്ഞുള്ളത്. പിന്നെ ഫമാലന മിന ഷാഫിയൻ, ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് ആരുമില്ല എന്ന്. അങ്ങനെ അവിടെ പിന്നെ സത്യനിഷേധികൾ ഖേദിക്കുന്ന ഒരു അവസ്ഥ അന്ത്യനാളിൽ വരുമ്പോ അത്. അതെ. അതായത് കൺക്ലൂഷനിൽ നമുക്ക് ഒരു സ്റ്റുഡന്റ് മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ്, നമ്മളെ അവരെ ഏതെങ്കിലും രീതിയിൽ ഒരാൾ വന്നിട്ട് ശുപാർശ ചെയ്ത് നമുക്ക് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് അവലംബിക്കാൻ പാടില്ല. ഉമന് വരും നമ്മൾ ശുപാർശ ചെയ്യാൻ, ഇന്ത്യ പ്രവാചകനാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ പണിയെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. മകളുടെ അടുത്ത് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യാ ഫാത്തിമത്തു അൻഖിസി നഫ്സകി മിനന്നാർ. ഫാത്തിമ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കോളൂ. അപ്പോ ഫാത്തിമ ആരാണെന്ന് നമുക്കറിയാമല്ലോ. റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളാണ് എന്നതിലുപരി നിഴൽ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന മകളായിരുന്നു. നിഴൽ പോലെ എപ്പോഴും കൂടെ പോകും. പാപ്പ പോകുന്നിടത്ത് അക്കയും പോകും. അങ്ങനെയാണ് കഅബയിൽ സുജൂദി കിടക്കുന്ന സമയത്ത് അവർ കുടൽമാല ഇട്ടതും ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് എന്ത് ചെയ്ത് കുടൽമാല മാറ്റിയത്. ഇത്ര സ്നേഹമുള്ള ആളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു. മോളടുത്ത് പറഞ്ഞു, മോളെ നീ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ. അതാണ് അതിന്റെ അവസ്ഥ. മകളെ രക്ഷപ്പെടുത്തിയില്ല പ്രവാചകൻ, മകളെ രക്ഷപ്പെടുത്തിയില്ല. മകളെന്ന് പറഞ്ഞ നൂഹ് നബിന്റെ അലൈഹിസ്സലാമയുടെ മകനെ പോലെയല്ല. മറിച്ച് സ്നേഹ സമ്പന്നയായ മകളും അതേപോലെ ഈ മില്ലത്ത് അനുസരിച്ച് ജീവിച്ചവളും അതേപോലെ പിൽക്കാലത്ത് ഖലീഫയായ തന്റെ മൂത്താപ്പയുടെ മകൻ ഭർത്താവായതുമായ ഫാത്തിമയാണ്. ആ ഫാത്തിമ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് പിന്നെ ആര് രക്ഷപ്പെടുത്തും? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഭാഷ നന്നായി പഠിക്കാൻ, അത് അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കാൻ, ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വലിയും നസീറും ഞാൻ എഴുതിയിട്ടതുണ്ട്. അത് ശരിയാണ് ഉസ്താദേ, ഞാൻ എഴുതിയിട്ടത്. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറിൽ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്താ എഴുതിയിട്ടത്?
ഞാൻ എഴുതിട്ടത് അതിൽ എഴുതിട്ടാണ്. ഞാൻ തഫ്സീറും ഇതൊക്കെ നോക്കി എഴുതിട്ടതാണ്. കുറച്ചൊക്കെ അതിന്റെ എഴുതിയത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. അസൈൻമെന്റില്. നിങ്ങൾ ഈ വലിച്ചുവാരി എഴുതിയതൊക്കെ ഒന്നും എന്തല്ല ശരിയായ എഴുത്തല്ല. മാർജിൻ ഇല്ലാതെ ഒരാൾ എഴുതിയിട്ടുണ്ട്. മാർജിൻ ഇല്ല. ഞാനാണെന്ന് തോന്നുന്നു. ഇതൊന്നും തോന്നിയാൽ പോരാ. നമ്മൾ ആദ്യം നമ്മൾ നമസ്കാരത്തിന്റെ ഫർദ് പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയും. എന്താണ് നമസ്കാരത്തിന്റെ നിർബന്ധ നമസ്കാരത്തിന്റെ ഫർദുകൾ ഏറ്റവും അവസാനത്തെ എന്താ? തർത്തീബ്. തർത്തീബ്. എന്താ അർത്ഥം? ക്രമപ്രകാരം ചെയ്യും. ക്രമപ്രകാരം ചെയ്യാൻ. എല്ലാത്തിനും എന്തുണ്ട്? ഒരു ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ച് ചെയ്താൽ അതാണ് പഠനത്തിന്റെ പ്രധാന ഘടകം. അപ്പൊ നമ്മൾ ഇത്രയും സംഭവം ചെയ്യുന്നല്ലോ. ഈ സംഭവത്തിന്റെ പ്രധാന ഘടകം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പ്രധാന ഘടകം എന്താ? സിസ്റ്റമാറ്റിക് ആണ് എന്നതാണ്. സിസ്റ്റമാറ്റിക് ആണ് എന്നതാണ് അതിന്റെ പ്രധാന ഘടകം. അതുകൊണ്ടാണ് ഞാൻ ഏത് സംഭവം ചെയ്താലും ക്ലിയർ ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ചില പേപ്പറൊക്കെ നമ്മൾ റിജക്ട് ചെയ്യും. അത് വായിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഗാർബിൾ ആയിട്ട് അയച്ചാൽ, ഡാർക്ക് ആയിട്ട് അയച്ചാൽ, വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഡാർക്ക് ആയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചാൽ സ്വീകരിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ആ ഘടന അല്ല സ്വീകരിക്കുന്നത്. അതെന്തല്ല? ഈ എബലുവക്കും അയ്യക്കും അഹ്സനു അമല എന്ന് പറഞ്ഞതിന് യോജിച്ചതല്ല. ജനിമതികൾ ശ്രദ്ധിച്ച് എന്തിനു വേണ്ടിയാണ്? ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ പരീക്ഷ എഴുതുമ്പം വലതുവശത്ത് 1 ഇഞ്ച്, ഇടതുവശത്ത് 1.5 ഇഞ്ച്, വലതുവശത്ത് 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം പരീക്ഷ എഴുതാൻ. മുകളിൽ മാർജിൻ, താഴെ മാർജിൻ. അതെന്തായിരുന്നു റഫായിട്ട് എഴുതിയതാ. ഒരു റഫിന്റെ സംഭവം ഇപ്പോഴും എഴുതിയാലും എന്താണ് ഘടന അനുസരിച്ച്. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നറിയാം. ഇപ്പൊ അൽമാഇദയുടെ നമ്മൾ ഇതേപോലെ ആക്കാൻ വേണ്ടി ഒരു സെക്രട്ടറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറെയൊക്കെ പഴയ സെക്രട്ടറി നമുക്ക് ചെയ്തു തന്നാണ്. അത്ര ആലിമ്രാനിലൊക്കെ. എന്തുകൊണ്ടാ? എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് പകരം വേറെ പലതും ചിലപ്പോൾ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്താൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ക്ലാസ് നടക്കും. പക്ഷെ നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളതിന് ചെയ്യുന്നില്ല. അത്രത്തോളം പ്രാപ്തരായിട്ടില്ല. വേറെ ടെക്നോളജി പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇതില്ല, സർക്കംസ്റ്റാൻസ് നമുക്കില്ല. അപ്പോ ആയിഷ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഇല്ലല്ലോ, ഡിലീറ്റ് ചെയ്തില്ലല്ലോ. നമ്മളെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആയിഷ ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നത്. ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ്. ആയിഷ 1588 നമ്പർ. അസൈൻമെന്റ് ഗ്രൂപ്പില്. അസൈൻമെന്റ് ഗ്രൂപ്പിലാണ് ഞാൻ നോക്കുന്നത്. 1588 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. 1588 ഡിലീറ്റ് ചെയ്തെന്നാണ് കാണിക്കുന്നത്. 1588 13 ഇത്ര കൃത്യമായിട്ട് ഓർമ്മ കിട്ടില്ല. ഉണ്ട്. ഇന്നും ഞാൻ കണ്ടിരുന്നല്ലോ. അതിലുണ്ട്, കണ്ടല്ലോ. ഇവിടെ ഏറ്റവും അവസാനം കിട്ടിയത് വഹീദ, അതിനു മുമ്പ് നദീറ, അതിനു മുമ്പ് റസീന, അതിനു മുമ്പ് ആയിഷ ഡിലീറ്റ് ചെയ്തു, പിന്നെ ഫജിരി. ഇത്രയുമാണ് അതിനെക്കുറിച്ചുള്ള ആൻസർ കിട്ടിയിരിക്കുന്നത്. അതല്ല, ഞാൻ മറ്റേ അതിന്റെ മുന്നേ ഇട്ടതാ പറഞ്ഞേ. ഇത് അതിന്റെ മുന്നിട്ടില്ലേ, വലിയും വലാ നസീർ. അതിന് മുമ്പാണ്. അതിന്റെ മുന്നേ വലിയും വലാ നസീർ ഇതാ ഞാൻ ഇട്ടണ്. അമാലക്കും എന്തുമില്ലായി ഹെഡിങ് കൊടുത്തിട്ട്. ഏത് ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു അത്? വലിയും നസീർ, വലിയും നസീറിനെ കുറിച്ചിട്ടുള്ള പിന്നെ
ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്നുള്ളത്. പിന്നെ ആകാശങ്ങളും ഭൂമിയുടെയും ആധിപത്യം ചോദ്യം അവന് എന്തായിരുന്നു പറഞ്ഞത്? തന്നെയാണ്. ചോദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഉം. ഞാൻ ചോദ്യം ഒന്നും എഴുതി വെക്കുന്നില്ല കേട്ടോ. പഠിക്കുന്ന വമാലക്കും നിങ്ങളായതുകൊണ്ട് ഞാൻ ചോദ്യം ഒന്നും മിന്ദൂനില്ലാഹി എഴുതി വെക്കും. വല നസീർ ഹെഡിങ് കൊടുത്തിട്ട് പിന്നെ അതിനോട് അതിന്റെ അനുസരിച്ച് എഴുതാൻ വേണ്ടിട്ട് അതിന്റെ അതുപോലെ എഴുതാൻ. ചോദ്യം എഴുതി വെക്കും. ചോദ്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതല്ലാതെ ചോദ്യം അതാണ് ചോദ്യമൊക്കെ പെട്ടെന്ന് കിട്ടാറില്ല. ഒമാലക്കും മിൽദൂനില്ലാഹി വലിയ വല നസീർ നസീർ അതുപോലെയുള്ള വാക്കുകൾ എഴുതാൻ പറഞ്ഞു. അതുപോലുള്ള വാക്കുകളല്ല. അതെ അതെ. മാലക്കും ആയിട്ട് ബിന്ദുവില്ലാഹി, നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു. അതെന്താ കിട്ടിയത്? നിങ്ങൾ വായിക്കും. ഇതാ ഞാൻ ഇട്ടത്. ആയിഷ മാലക്ക നിങ്ങൾ ഇങ്ങനെ വലിയ കുറേശ്ശെ കോപ്പി ചെയ്തെടുക്കുക കേട്ടോ. കുറേശ്ശെ ഫോട്ടോ എടുക്കരുത്. പറയുന്നത് കേൾക്ക്. ഒരു പേജ് നോട്ട്ബുക്കിൽ 10 വരെയുള്ള എന്താ പറയാ 20 വരെയുള്ള സാധാരണ നോട്ട്ബുക്കാണ് എടുക്കുന്നത്. ആ നോട്ട്ബുക്കിൽ ഫുള്ളായിട്ട് എഴുതിയിട്ട് ഫുള്ളായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. ആദ്യത്തെ ഇട്ടിട്ടുള്ളൂ. മാലക്കും ബിന്ദുവില്ലാഹി മാലക്ക മിനല്ലാഹി വലിയും വലാ നസീർ. നിങ്ങൾ വലിയ മാത്രമേ നോക്കിയുള്ളൂ. വലിയും വലാ നസീറും ഒക്കെ നോക്കിയതാ. വലിയും നസീറും മാത്രമേ നോക്കിയുള്ളൂ. അതല്ല ചോദ്യം. അല്ല, വേറെ നോക്കി ബിന്ദുവില്ലാഹി പിന്നെ ഇതൊക്കെ നോക്കി. മാലക്കും ബിന്ദുവില്ലാഹി മിൻ വലിയും വലാ നസീർ, മിൻ വലിയും വലാ നസീർ. അതാണ് ആദ്യത്തിൽ ഉണ്ടാകുള്ളൂ. മാലക്കും ബിന്ദുവില്ലാഹി മിൻ വലിയും വലാ നസീർ, മാലക്ക മിനല്ലാഹി മിൻ വലിയും വലാ നസീർ. ഇതല്ലാതെ മാലക്കും ബിന്ദുവില്ലാഹി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലേ? പിന്നെ അല്ലാഹു വലിയുല്ലദീന ആമനു അത് ചോദിച്ചില്ല. അതെ, വിശ്വസിച്ചവരെ വലിയാണോ എന്ന കാര്യം ചോദിച്ചില്ല. വല്ലതിനെ കഫറു ഔലിയാ താഗൂത്ത്. പിന്നെ വല്ലദീന കഫറു 3 വരി എഴുതിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോട്ടോ എടുത്തത്? 3 വരി എഴുതിയിട്ട് എന്താ ഫോട്ടോ എടുത്തത്? അത് ആ ആയത്തിന്റെ അത് മാത്രം നോട്ട്ബുക്കിന്റെ ഫുൾ പേജ് എഴുതിയിട്ടാണ് കോപ്പി അടിക്കുന്നത്. ആദ്യത്തെ പേജ് ഇട്ടില്ലേ? മാലക്കും ബിന്ദുവില്ലാഹി മിൻ വലിയും വലാ നസീർ എന്ന് എഴുതിയിട്ട് ആദ്യത്തെ പേജ് ഇല്ല. അതേപോലത്തെ ഫുൾ പേജാണ് ഇടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് പണിയറിയാണ് ഓരോ 3 വരി വീതം നോക്കാൻ വേണ്ടി. പിന്നെ എഴുതിയത് വരുമെന്ന് പിന്നെ ഇട്ടതേനി. പിന്നെ അങ്ങനെ ശരിയാവില്ല. എഴുതിയ പുസ്തകങ്ങൾ നോക്കിയോട്ടെ എന്നാ. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.